കിരീടത്തിലെ തിലകൻ ചേട്ടൻ കുട്ടൻ്റെ അടുത്ത് പറയും, ഇറങ്ങിപ്പോടാ, എനിക്ക് വേറെ മക്കളുണ്ടെന്ന് പറയും. അപ്പം എന്നെ ഒന്ന് നോക്കിയേച്ചിങ്ങനെ കുട്ടൻ ഇറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെല്ലും പുറകെ. അപ്പോൾ ഒരു ഡയലോഗുണ്ട്, ജീവിതം എനിക്ക് കൈവിട്ട് പോണമേന്ന്. സത്യത്തിൽ അന്ന് എനിക്ക് എൻ്റെ നെഞ്ചിനകത്ത് എന്തോ കുത്തിക്കയറുന്ന മാതിരി തോന്നി. സിബി സാറിന് ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തം കണ്ട് എപ്പോഴെങ്കിലും കണ്ണ് നിറഞ്ഞു പോയ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ? ഞാൻ ഒരുപാട് രംഗങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാനുള്ളത് ഭരതം എന്ന സിനിമയിൽ തന്നെ ഈ ജ്യേഷ്ഠൻ്റെ മരണശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ചെരുപ്പുമൊക്കെ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു നടൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ക്ലോസപ്പ് ഷോട്ടിൽ ഡയലോഗ് ഇല്ലാതെ അഭിനയിക്കുക എന്നുള്ളതാണ്. ഞാൻ ക്യാമറയുടെ പുറകിലിരിക്കുകയും ലാല് ക്യാമറയുടെ മുമ്പിൽ ക്ലോസപ്പിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ പോലീസുകാരൻ അകത്ത മുറിയിൽ പോയി ഒരു ജുബയും ചെരുപ്പും കൊണ്ടുവരും, അത് എൻ്റെ ജ്യേഷ്ഠൻ്റെതാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആണോ എന്നുള്ള വലിയൊരു ആശങ്കയുമുണ്ട്. ഇതാണ് അദ്ദേഹം ആ ക്ലോസപ്പിലൂടെ നിശബ്ദമായിട്ട് അവതരിപ്പിക്കേണ്ടത്. ഞാൻ ക്യാമറയുടെ മുമ്പിലിരുന്ന് ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ പറയുകയും ലാൽ ആ നിമിഷം അയാൾ തിരികെ അത് കൊണ്ടുവരുന്നിടം വരെയുള്ള ആ നിമിഷം അഭിനയിക്കുമ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിലല്ലാത്ത ആ ആശങ്കയും എല്ലാം ലാലിൻ്റെ മുഖത്ത് നിന്ന് നമ്മളിലേക്ക് എത്തുകയാണത്. അതാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട്, ഏറ്റവും വലിയ കഴിവായിട്ട് നമ്മൾ കാണുന്നത്. ഒരു സിനിമയും ഇതുപോലെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിട്ടില്ല. ഒരു ഡയലോഗിൽ അവസാനിക്കുന്ന സിനിമയാണ് ദശരഥം. സുകുമാരി ചേച്ചിയുടെ കഥാപാത്രത്തിൻ്റെ തോളിൽ തൊട്ടിട്ട് ആനി കുട്ടിയെ മകനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് നടന്നു വന്ന് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്ന ഒരാളിൽ നമ്മുടെ സിനിമ അവസാനിപ്പിക്കുക. അതിങ്ങനെ ഒരു ആക്ടർ ഇല്ലാതെ, ഇങ്ങനെ ഒരു പെർഫോമർ ഇല്ലാതെ അങ്ങനെ ഒരു ക്ലൈമാക്സ് സാധ്യമല്ല. അതാണ്. എന്തായാലും ഈ പറഞ്ഞ രംഗങ്ങളിൽ അഭിനയിച്ച ആരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ഭരതം എന്നുള്ള സിനിമയിൽ തന്നെ ഒരുപാട് പേര്, ലോഹിതദാസ്, തിക്കുറിശ്ശി അപ്പൂപ്പൻ, പറവൂർ ഭരതൻ, മുരളി, KPC സണ്ണിച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബോബി കൊട്ടാരക്കര, ഒരുപാട് പേര്. അവരെയൊക്കെ ഈ സമയം നമ്മൾ മനസ്സിലോർക്കുന്നു. അവർക്ക് എൻ്റെ കണ്ണീർ പ്രണാമം.